ഹായ് ഫ്രണ്ട്സ്, പ്രോട്ടീൻ്റെ അളവ് കൂടുതലായാലും നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രോട്ടീൻ്റെ അളവ് ശരീരത്തിൽ അധികമായാൽ ബെല്ലി ഫാറ്റും വെയിറ്റ് ഹൈ ലെവലിലേക്ക് പോകാനും പിന്നീട് അത് വെയിറ്റ് ലോസ് ആകാതിരിക്കാനും കാരണമാകും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിശപ്പ് തീരെ കുറവായിരിക്കും. വല്ലാതെ ക്ഷീണവും അനുഭവപ്പെടാം. ജോയിൻസിനൊക്കെ പെയിനും വായ്നാറ്റും ഒക്കെ ഉണ്ടാകാനും ഇത് കാരണമാകാറുണ്ട്. യൂറിക് ആസിഡ് ഉണ്ടാകാനും പ്രോട്ടീൻ്റെ ലെവൽ കൂടുതലാകുന്നത് കാരണമാകാറുണ്ട്. കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാകാനും അത് പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ അളവിൽ വേരിയേഷൻ ഉണ്ടാകാനും കാരണമാകാറുണ്ട്. എന്നാൽ ശാരീരികാധ്വാനം ഉള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് പ്രോട്ടീൻ വിഭവം കഴിക്കുന്നതോട് യാതൊരു കുഴപ്പവുമില്ല. നമുക്കറിയാം, പാടത്ത് പണിയെടുക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ കുറവാണല്ലേ, പകരം ഇപ്പോൾ പ്രോട്ടീനൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ജിമ്മിലൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ഇല്ലാത്തവരാണെങ്കിൽ പ്രോട്ടീൻ ആവശ്യമായ ചെറിയ അളവിൽ മാത്രം കഴിക്കുക. നമുക്കറിയാം, നമ്മളൊരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ പിന്നീട് മറ്റൊരു രോഗം വരാനും ഈ സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ കാരണമാകാറുണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അളവിന് പ്രാധാന്യം നൽകുക. എന്ത് ഹെൽത്തി ഫുഡ് വേണമെങ്കിലും കഴിക്കാം, എന്നാൽ അളവ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ശാരീരിക അധ്വാനം കുറവുള്ളവരാണെങ്കിൽ പ്രോട്ടീനുള്ള ഫുഡ് ഐറ്റംസ് ആഴ്ചയിലൊരിക്കൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്